ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ആൻഡ് സെഡ് ഐസോമർസം. ദിസ് എ ടൈപ്പ് ഓഫ് ജിയോമെട്രിക്കൽ ഐസോമർസം. അവിടെ നിങ്ങൾ ഇ എന്ന് പറഞ്ഞാൽ എൻജജൻ എന്നാണ് അർത്ഥം. എൻജജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് എന്ന് അർത്ഥം. എൻജജൻ. ഓക്കെ. സെഡ് എന്ന് പറഞ്ഞാൽ സൂസമൻ. സൂസമൻ എന്ന് പറഞ്ഞാൽ ടുഗദർ എന്ന അർത്ഥം വരുന്നതാണ്. ഓക്കെ. ഈ വാക്കുന്നാണ് ഇ ആൻഡ് സെഡ് വരുന്നത്. എൻജജൻ ഓപ്പോസിറ്റ്, സൂസമൻ എന്ന് പറഞ്ഞാൽ ടുഗദർ എന്നാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് സാധാരണ സിസ്ട്രാൻസ് ഐസോമർസം പറയാൻ കഴിയില്ല, പക്ഷെ ഇതൊരു ജിയോമെട്രിക്കൽ ഐസോമർസം. കാരണം എന്താ? നമ്മളുടെ കണ്ടീഷൻ ഉണ്ടായിരുന്നു നേരത്തെ, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എന്തായിരുന്നു? കാർബൺ കാർബൺ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആറ്റത്തിന്റെ മുകളിൽ രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി വേണം. രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. ഇവിടെ രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി വന്നു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എന്താണ്? യെസ്, അവിടെ ഏരിയൽ ഡിസ്റ്റൻസിൽ വ്യത്യാസം വേണമെന്ന. ഏരിയൽ ഡിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സിമിലർ ഗ്രൂപ്പ് ഇല്ലല്ലോ. സിമിലർ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സിസ് ട്രാൻസ് ഐസോമർസം ഉണ്ടാവില്ല. ഏതുണ്ടാവില്ല? സിസ് ട്രാൻസ് ഐസോമർസം നമുക്ക് ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ? സിമിലർ ഗ്രൂപ്പ് ഇല്ലല്ലോ. ഇവിടെയും സിമിലർ ഇല്ല, ഇവിടെയും സിമിലർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് പ്രയോറിറ്റി അസൈൻ ചെയ്യാണ്. അതായത് ഈ ഓരോ കാർബണിന്റെ മുകളിലുള്ള ഗ്രൂപ്പുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രയോറിറ്റി അസൈൻ ചെയ്യാണ്. എങ്ങനെയാണ് പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടിയ ആൾക്കാണ് പ്രയോറിറ്റി അസൈൻ ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ എന്താണ്? ബ്രോമിൻ ഉണ്ട്, അറ്റോമിക് നമ്പർ 35 ഉണ്ട്. ക്ലോറിൻ ഉണ്ട്, അറ്റോമിക് നമ്പർ 17 ഉണ്ട്. അപ്പൊ ഇവിടെ അറ്റോമിക് നമ്പർ എന്താണ്? 35 ഉള്ള ഇതിനാണ് പ്രയോറിറ്റി 1 കൊടുക്കേണ്ടത്. ഇവിടെ പ്രയോറിറ്റി 2 കൊടുത്തു. അപ്പൊ ഈ കാർബണിന്റെ മുകളിൽ നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്തു. ഇനി ഈ കാർബണിന്റെ മുകളിൽ നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്യുക ആർക്കാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്, ഹൈഡ്രജൻ 1 ആണ്. സോ ആരാണ്? പ്രയോറിറ്റി 1, ഇവിടെ പ്രയോറിറ്റി 2. നോക്കൂ, ഈ കേസിൽ ഇനി പ്രയോറിറ്റി 1 ഉള്ളത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, പ്രയോറിറ്റി 2 ഉള്ളത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോ ഓപ്പോസിറ്റ് എന്നർത്ഥം വരുന്ന എൻജജൻ എന്നർത്ഥം വരുന്ന ഈ ഐസോമർ ആണിത്. ഇതേതാണ്? ഈ ഐസോമർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ നോക്കണം. ഇവിടെ ആർക്കാണ് പ്രയോറിറ്റി? കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ ബ്രോമിന് അറ്റോമിക് നമ്പർ 35 അല്ലേ? അപ്പൊ ബ്രോമിൻ ആണോ പ്രയോറിറ്റി? അല്ല. ആദ്യം അറ്റാച്ച് ചെയ്ത ആറ്റം നോക്കണ്ട. ആദ്യം ഇവിടെ അറ്റാച്ച് ചെയ്താണ് ഓക്സിജൻ ആണ്, ഇവിടെ കാർബൺ ആണ് അല്ലെ? അപ്പൊ ആദ്യം അറ്റാച്ച് ചെയ്ത ആറ്റാണ് നോക്കേണ്ടത്. ആദ്യം അറ്റാച്ച് ചെയ്ത ആറ്റം സെയിം ആണെങ്കിൽ അടുത്തേക്ക് നോക്കണം. അപ്പൊ ഇവിടെ പ്രയോറിറ്റി ഓക്സിജൻ, ഇവിടെ കാർബൺ. ബ്രോമിനെ നോക്കരുത്, ബ്രോമിൻ സെക്കൻഡ് ആണ്. അപ്പൊ പ്രയോറിറ്റി അറ്റോമിക് നമ്പർ 8 ഉള്ള ഓക്സിജന്, പിന്നെ അറ്റോമിക് നമ്പർ 6 ഉള്ള കാർബൺ. ഇനി ഇവിടെ ഏതാണ്? ഇത് കാർബൺ ആണ് പ്രയോറിറ്റി, ഇവിടെ ഹൈഡ്രജന് പ്രയോറിറ്റി 2 ആണ് അല്ലെ? പ്രയോറിറ്റി ഈ അസൈൻ ചെയ്യുന്ന റൂളിനെ പറയുന്ന പേരാണ് CIP റൂള്. ഖാൻ ഇൻഗോൾഡ് പ്രിലോഗ് റൂൾ എന്നൊക്കെ പറയും. അതായത് അറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രയോറിറ്റി അസൈൻ ചെയ്യാണ്. അപ്പൊ പ്രയോറിറ്റി 1 എന്താണ്? ഓപ്പോസിറ്റ്. പ്രയോറിറ്റി 2 എന്താണ്? ഓപ്പോസിറ്റ് അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതും നമ്മളുടെ എന്താണ്? ഈ ഐസോമർ ആണ്. ഒരേ സൈഡിലാണെങ്കിലാണ് സെഡ് പറയാ, സുസമൻ അല്ലെങ്കിൽ ടുഗദർ എന്നർത്ഥം വരുന്ന സെഡ് പറയാം. ഇനി ഇവിടേക്ക് വാ. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രയോറിറ്റി കാർബൺ 1 കൊടുത്തു, ഇവിടെ എന്താണ്? ഹൈഡ്രജന് പ്രയോറിറ്റി 2 കൊടുത്തു, പ്രയോറിറ്റി 1ഉം 2ഉം കൊടുത്തു. ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ കാർബൺ, ഇവിടെയും കാർബൺ. അപ്പൊ അടുത്തത് ഏതാണ്? ഓക്സിജൻ ആണ്. ഇവിടെയും ഓക്സിജൻ, ഇവിടെയും ഓക്സിജൻ. രണ്ട് സ്ഥലത്തും എന്താണ്? ഓക്സിജൻ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ കാർബൺ, ഇവിടെയും കാർബൺ. അടുത്തത് അപ്പൊ ആദ്യത്തെ ആറ്റം സെയിം ആണെങ്കിൽ അടുത്ത ആറ്റം ഏതാണ് നോക്കേണ്ടത്? അടുത്ത ആറ്റം ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. പക്ഷെ നമുക്കറിയാം ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് O ആണ്. ഡബിൾ ബോണ്ട് Oനെ നമ്മൾ 2 ഓക്സിജൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അപ്പൊ പ്രയോറിറ്റി ഇതിനാണ് 1, ഇവിടെ പ്രയോറിറ്റി 2 ആണ്. അപ്പൊ നോക്കൂ, 1ഉം ഒരു സൈഡില്, 2ഉം ഒരു സൈഡില്. സുസമൻ സെഡ് അല്ലെങ്കിൽ ടുഗദർ എന്നർത്ഥം വരുന്ന സെഡ് ഐസോമർ ആണിത്. അതായത് സിസ്ട്രാൻസ് ഐസോമർസം പറയാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ ഇ ആൻഡ് സെഡ് ഐസോമർസ് ആണ് പറയാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോ ഇവിടെ നോക്കൂ, ഈ കേസിൽ നിങ്ങൾ നോക്കൂ, ബ്രോമിൻ അറ്റോമിക് നമ്പർ 35, ക്ലോറിൻ 17. അപ്പൊ ഇവിടെ എന്താണ്? പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2 അല്ലെ? ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത ഏതാണ്? ഇവിടെ ഹൈഡ്രജനും ഡ്യൂട്ടീരിയം ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ സെയിം ആണ്. അറ്റോമിക് നമ്പർ സെയിം ഉള്ള ഡിഫറെന്റ് ഐസോടോപ്പുകൾ വന്നാൽ ഹെവിയർ ഐസോടോപ്പിനാണ് പ്രയോറിറ്റി 1 കൊടുക്കേണ്ടത്. സോ ഇവിടെ പ്രയോറിറ്റി 1, ഇവിടെ പ്രയോറിറ്റി 2, ഇവിടെ അല്ലേ? അപ്പോ 1ഉം ഒരു സൈഡില്. അതുകൊണ്ട് സുസമൻ എന്നർത്ഥം വരുന്ന സെഡ് ഐസോമർ ആണ്. ഓക്കെ. ഇനി ഈ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ്? പ്രയോറിറ്റി 1 ആണോ? ഇതിനാണോ 1? ആർക്ക് നമുക്ക് നോക്കാം. കാർബൺ കാർബൺ, ഡബിൾ ബോണ്ടോ 2 ഓക്സിജൻ, ഡബിൾ ബോണ്ടോ 2 ഓക്സിജൻ. ഇവിടെ പിന്നെ ഒരു OH ന്റെ 3 ഓക്സിജൻ.
ഇവിടെ ഡബിൾ ബോണ്ട് OH ആണല്ലോ, അതായത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH ആണ്. അപ്പൊ ഡബിൾ ബോണ്ട് ഓന് 2 ഓക്സിജൻ, ഇതും കൂടി 3 ഓക്സിജൻ വരും. ഇവിടെ 2 ഓക്സിജൻ ഉള്ളൂ. അപ്പൊ പ്രയോറിറ്റി 1, ഇത് പ്രയോറിറ്റി 2. ഓക്കെ, ഇനി നമുക്ക് ഈ എന്താണ് ബോണ്ടിൽ പ്രയോറിറ്റി കൊടുക്കണം. ഈ ബോണ്ടിൽ പ്രയോറിറ്റി നോക്കണം. ഈ ബോണ്ടിൽ എങ്ങനെ പ്രയോറിറ്റി നോക്കുക? അതാ ഇവിടെ നിന്ന് നോക്കുക. ഇവിടെ എന്താണ് കാർബൺ, ഇവിടെയും കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ കാർബണും അതിന്റെ മുകളിൽ ഒരു കാർബണും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതായത് ഒന്ന് ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, അടുത്ത ഇവിടെ കാർബൺ, ഇവിടെ വീണ്ടും കാർബൺ, അടുത്തത് ഇവിടെ എന്താണ് ഹൈഡ്രജൻ ആണ് രണ്ടെണ്ണം ഉള്ളത് അല്ലെ. ഇവിടെ രണ്ടെണ്ണം ഉള്ളത് എന്താണ്? ഹൈഡ്രജൻ ആണ്. 2 ഹൈഡ്രജൻ ആണുള്ളത് അല്ലെ. 2 ഹൈഡ്രജന് പകരം ഇവിടെ എന്താ ഉള്ളത്? ഒരു ഹൈഡ്രജനും പിന്നെ ഒരു കാർബൺ, ഇങ്ങനെ സാധനമാണ്. അപ്പൊ ഈ ഭാഗം ഇങ്ങോട്ടല്ലേ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തിന് എന്ത് കൊടുക്കണം? പ്രയോറിറ്റി 1 കൊടുക്കണം. ഈ ഭാഗത്തിന് പ്രയോറിറ്റി 2 കൊടുക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, 2ഉം 2ഉം ഓപ്പോസിറ്റ്, 1ഉം 1ഉം ഓപ്പോസിറ്റ്. അപ്പൊ ഈ സൈഡിൽ ഇതെന്താണ്? E ആണ്. E ആണ്. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടേക്ക് വരുമ്പോ എന്താ? നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ്? കാർബൺ, ഒരു കാർബൺ, ഇവിടെ കുറെ കാർബൺസ്. അപ്പൊ പ്രയോറിറ്റി 1 ഇവിടെയാണ്, ഇവിടെ പ്രയോറിറ്റി 2 ആണ്, പ്രയോറിറ്റി 2. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ട് വരാണ്? ഇതാ ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ നൈട്രജൻ, ഒരു നൈട്രജൻ. ഇത് ട്രിപ്പിൾ ബോണ്ട് എന്നാ, CN എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് എന്നാ. അപ്പൊ 3 നൈട്രജൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. കാർബൺ കാർബൺ ഒരേ അറ്റോമിക് നമ്പർ. അപ്പൊ അടുത്ത എലിമെന്റ് നൈട്രജൻ നൈട്രജൻ, പക്ഷേ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ ആയതുകൊണ്ട് 3 നൈട്രജൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ 1, ഇവിടെ എന്താണ്? 2 ആണ്. അപ്പോ നിങ്ങൾ നോക്കൂ, 1ഉം 1ഉം ഓപ്പോസിറ്റ്, 2ഉം 2 ഓപ്പോസിറ്റ്. അപ്പൊ ഈ സൈഡിലും ഇതെന്താണ്? ഈ കോൺഫിഗറേഷൻ ആണ്. ഈ 2 സ്ഥലത്തും ഇത് ഈ കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നമുക്ക് സിസ് ട്രാൻസ് ഐസോമറിസം വർക്ക് ആവില്ല. അപ്പോഴാണ് എൻജജൻ അല്ലെങ്കിൽ സുസമൻ എന്ന അല്ലെങ്കിൽ ENZ ഐസോമറിസം വർക്ക് ആവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഐസോമറിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? യെസ്, സിൻ ആൻഡ് ആന്റി ഐസോമർസ് ആണ്. സാധാരണത്തിൽ സിൻ ആൻഡ് ആന്റി ഐസോമറിസം ഇസ് എ ജിയോമെട്രിക്കൽ ഐസോമറിസം ഒക്കറിംഗ് ഇൻ ആൾഡോക്സൈംസ് ആൻഡ് കീറ്റോക്സൈംസ്. ആൾഡോക്സൈംസ് ആൻഡ് കീറ്റോക്സൈംസ്. എന്താണ് ഓക്സൈം എന്ന് പറഞ്ഞാൽ? നോക്കൂ, ആൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? RC ഡബിൾ ബോണ്ട് O. ഇവിടെ Hന് നമ്മൾ എന്ത് പറയും? ആൾഡിഹൈഡ് എന്ന് പറയും. ഈ ആൾഡിഹൈഡില് എന്താണ്? ഓക്സിജൻ പോയിട്ട് അവിടെ ഒരു NOH വന്നാൽ, NOH വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ആൾഡോക്സൈം. എന്താണ്? ആൾഡോക്സൈം. ആൾഡോക്സൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ ആസോ കോമ്പൗണ്ടുകളിലൊക്കെയാണ് ഈ സിൻ ആൻഡ് ആന്റി ഐസോമറിസം വരുന്നത്. ഇനി ഇതേതാ സാധനം? ഇത് നമുക്കറിയാം, കീറ്റോൺ ആണ് അല്ലെ. ഇതേതാണ്? കീറ്റോൺ ആണ്. ഈ കീറ്റോണിന്റെ കേസിൽ ഇവിടുത്തെ ഓക്സിജൻ പോയിട്ട് അവിടെ എന്ത് വരുന്നു? ഒരു NOH വന്നു. അപ്പോ അതിനെന്ത് പറയും? യെസ്, കീറ്റോക്സൈം എന്ന് പറയും. കീറ്റോക്സൈം. ഈ കീറ്റോക്സൈമിലും ആൾഡോക്സൈമിലും അതുപോലെ തന്നെ ആസോ കോമ്പൗണ്ട്സിലൊക്കെയാണ് നമുക്ക് സിൻ ആൻഡ് ആന്റി ഐസോമറിസം സംഭവിക്കുന്നത്. നോക്കൂ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോക്കൂ, ആൾഡോക്സൈം ഉണ്ടോ? CH3CO, ഇവിടെ O പോയിട്ട് NOH വന്നു. ഈ എന്താണ്? റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആറ്റത്തിന്റെ മുകളിൽ 2 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. ഇവിടെയും 2 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. അപ്പൊ ആൾഡോക്സൈമിൽ നമ്മൾ നോക്കേണ്ടത് ഈ ആൾഡിഹൈഡിൽ ഒരു കാർബൺ ചെയിൻ H ഉണ്ടാവുമല്ലോ. ഈ Hഉം ഓക്സൈമിലെ OHഉം ഒരു സൈഡിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിൻ. എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് സിൻ. ക്ലിയർ ആണല്ലോ. അതുപോലെ Hഉം OHഉം ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആന്റി. എന്താണ്? ആന്റി ഐസോമർ. അപ്പൊ സിൻ ആൻഡ് ആന്റി ആൾഡോക്സൈമിൽ നോക്കേണ്ടത് എങ്ങനെയാണ്? ആ ഓക്സൈമിലെ OHഉം ആൾഡോക്സൈമിൽ ഒരു കാർബൺ ചെയിനും ഒരു H ഉണ്ടാവുമല്ലോ. Hഉം OHഉം ഒരു സൈഡിലാണെങ്കിൽ സിന്നും, Hഉം OHഉം ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അതിനെ നമ്മൾ ആന്റി ഐസോമർ എന്നുമാണ് പറയാം. എന്നാൽ കീറ്റോക്സൈമിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, കീറ്റോക്സൈമിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? യെസ്, ഇവിടെ OH ഉണ്ട്. OH തന്നെ എടുക്കുക, പ്രയോറിറ്റി OH തന്നെയാണ്. ഇവിടെ നമുക്ക് വലിയ ഗ്രൂപ്പ്, ഇപ്പൊ മിത്തയിലുണ്ട്, ഇത്തയിലുണ്ടെങ്കിൽ ഏതാ വലിയ ഗ്രൂപ്പ്? അല്ലെങ്കിൽ ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ അടുത്തതും കാർബൺ, ഇവിടെ ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ പ്രയോറിറ്റി ഇവിടെ 1 അല്ലേ. അപ്പൊ പ്രയോറിറ്റി 1 ഉള്ളത്, അതായത് ഈ ഗ്രൂപ്പിൽ 2 ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. ആ രണ്ടും സെയിം ആണെങ്കിലോ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സെയിം ഇലക്ട്രോൺ ഡെൻസിറ്റി ആണെങ്കിൽ എന്തില്ല? റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം, ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി വേണം. അപ്പൊ ഇവിടെ മിത്തയിൽ ഇവിടെ മിത്തയിലാണെങ്കിൽ ഇല്ല, ഐസോമർസ് ഇല്ല, അത് നമ്മൾ നോക്കേണ്ടതില്ല. അപ്പൊ രണ്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പിന് 1 കൊടുക്കണം. ആ വലിയ ഗ്രൂപ്പും OHഉം ഒരു സൈഡിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സിൻ എന്ന് പറയും. എന്നാൽ ആ വലിയ ഗ്രൂപ്പും എന്താണ്? OHഉം ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആന്റി എന്ന് പറയും. ഇതാണ് സിൻ ആൻഡ് ആന്റി ഐസോമറിസം ഇൻ കീറ്റോക്സൈംസ്. കീറ്റോക്സൈംസിലെ സിൻ ആൻഡ് ആന്റി ഐസോമറിസം നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. ഇനി ആസോ കോമ്പൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആസോ കപ്ലിംഗ് അല്ലെ, ഡയാസോണിൻ സാൾട്ട് ഒക്കെ ആസോ കപ്ലിംഗ് ഒക്കെ നടത്തിയിട്ട് കിട്ടുന്ന കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടുകളിൽ നമ്മൾ നോക്കൂ, ഇതാ
റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, നൈട്രജൻ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട് അല്ലെ. ആ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബെൻസീറിംഗോ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പോ ഒരു സൈഡിൽ, ലോൺ പെയർ രണ്ടും ഒരു സൈഡിലാണെങ്കിൽ അതിനെ നമുക്ക് സിൻ എന്ന് പറയാം, അല്ലെങ്കിൽ സിസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, സിസിൻ പോലെ തന്നെയാണത് സിൻ. അതേ സമയത്ത് ആ രണ്ട് ലോൺ പെയർ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ആന്റി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്, സിൻ ആൻഡ് ആന്റി ഐസോമറിസം നടക്കുന്നത്. അപ്പൊ സിൻ ആൻഡ് ആന്റി ഐസോമറിസം നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്, യെസ്, ജിയോമെട്രിക്കൽ ഐസോമറിസം ഇൻ അലീൻസ് ആണ്. അലീൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്താ പറയാ, അലീൻസ് എന്ന് പറയാം. അത് ഈവൺ നമ്പർ അലീൻസും ഉണ്ട്, ഓഡ് നമ്പർ അലീൻസും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, ഈ അലീൻസ് വരുമ്പോ ഈ കാർബൺ കാർബൺ എന്താണ്, ഒരു സിഗ്മ ബോണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി പൈ ബോണ്ട് ഉണ്ടാക്കാൻ ഇതിന്റെ പി എക്സും ഇതിന്റെ പി എക്സും ഉപയോഗിച്ച് അവർ പൈ ബോണ്ട് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഇത് പി എക്സും ഇതെന്താണ്, പി എക്സും ആണ്. ഇനി അടുത്ത പൈ ബോണ്ട് ഉണ്ടാക്കാൻ ഈ കാർബണിന്റെ അടുത്ത് എന്തില്ല, പി എക്സ് ഇല്ല. അപ്പൊ പിന്നെ ഏതെടുക്കുക, ഇത് ഈ ബോർഡിന്റെ പ്ലെയിനിലാണെങ്കിൽ അടുത്തത് ആ കാർബണിന്റെ അടുത്തുള്ളത് ഏതാണ്, ആ കാർബണിന്റെ അടുത്തുള്ള അതിന്റെ പി വൈ ആണ്. ആ പി വൈ ബോർഡിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയല്ലേ വരിക? അതെ, അതാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഏതാ കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, റൊട്ടേഷൻ നടക്കൂല, ഓക്കെയാണ്. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആറ്റത്തിന്റെ മുകളിൽ രണ്ട് ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണ്, അതും ഓക്കെയാണ്. രണ്ട് ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണ്, അതും ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏരിയൽ ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. ആ ഏരിയൽ ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കണം എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഞാൻ അതിന് ഉദാഹരണം കാണിക്കാം. നിങ്ങൾ നോക്കൂ, ഇത് എന്താണ്, ഇത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോ എന്താണ് ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പി എക്സ്, ഇതിന്റെ പി എക്സ് ആണ്. പി എക്സും ഇവിടുത്തെ പി എക്സും തമ്മിൽ ഒരു പൈ ബോണ്ട് ഉണ്ടാക്കി. ഇനി ഇതിന്റെ അടുത്ത് പി എക്സ് ഇല്ല, ഈ കാർബണിന്റെ അടുത്ത് ഇനി എന്തേ ഉള്ളൂ, പി വൈ ഉള്ളൂ. അപ്പൊ അതിന്റെ പി വൈയും ഇവിടുത്തെ പി വൈ എന്ത് ചെയ്തു, ഇങ്ങനെ ഡബിൾ ബോണ്ട് ആക്കി. അപ്പൊ ഈ ഒരു ഡബിൾ ബോണ്ട് ഈ പ്ലെയിനിലും ഒരു ഡബിൾ ബോണ്ട് ഈ പ്ലെയിനിലുമാണ്. ഇനി ഈ ബ്ലൂവും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണല്ലോ ആ ബ്ലൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ. ആ ബ്ലൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ്. ഇനി ഞാൻ അതിനെ മാറ്റിയിട്ടാലും ഗ്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, ഇതല്ലേ, ആണ് ഡിസ്റ്റൻസ് ആണ്. ഏരിയൽ ഡിസ്റ്റൻസ് ഇതാണ്. ഇനി നോക്കിക്കോ, ഞാൻ ആ ബ്ലൂവിനെയും ഗ്രീനെയും മാറ്റിയിടാൻ പോവാണ്. മാറ്റിയിട്ടാലും ഡിസ്റ്റൻസിൽ എന്ത് വരൂല, വ്യത്യാസം വരൂല. അതുകൊണ്ട് തന്നെ മാറ്റിയിട്ട് കഴിഞ്ഞാലും ഈ ഗ്രീനും നേരത്തെ വന്നതാ. ഈ ഡിസ്റ്റൻസ് എന്താ, സെയിം അല്ലേ. ഈ ഗ്രീൻ ഇവിടെ വന്നാലും ഗ്രീൻ ഇവിടെ വന്നാലും ഡിസ്റ്റൻസ് എന്താ, സെയിം ആണ്. അതുപോലെ ബ്ലൂ ഇവിടെ വന്നാലും ഡിസ്റ്റൻസ് എന്താ, സെയിം ആണ്. ഏരിയൽ ഡിസ്റ്റൻസിൽ എന്തില്ല, വ്യത്യാസമില്ല. അപ്പൊ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആറ്റത്തിന്റെ മുകളിൽ രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. പക്ഷേ മൂന്നാമത്തെ കണ്ടീഷൻ, ഏരിയൽ ഡിസ്റ്റൻസ് ഈ പച്ചയും ഇവിടെ ആണെങ്കിലും ഈ പച്ചെടുത്ത് ഇവിടേക്ക് ഇട്ടാലും ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ പച്ചനെ ഇവിടേക്ക് കൊടുത്താലും ഡിസ്റ്റൻസ് സെയിം ആണ്, പച്ച ഇവിടെ ഇട്ടാലും ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് ഈവൺ നമ്പർ അലീൻസിൽ നമുക്ക് എന്തില്ല, ജിയോമെട്രിക്കൽ ഐസോമർസ് ഇല്ല. ഇതാണ് ഈവൺ നമ്പർ അലീൻസ്. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, കണ്ടീഷൻ 1 ഓക്കെയാണ്. ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്, അതും ഓക്കെയാണ്. 2 ഡയമെൻഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഡിസ്റ്റൻസ്, ഈ എ ഡിസ്റ്റൻസും ഈ എ ഇങ്ങോട്ട് ഇട്ടാണ്ടാവുന്ന ഡിസ്റ്റൻസും സെയിം ആണെന്ന് തോന്നും. പക്ഷെ തോന്നണ്ട, അതിന്റെ 3 ഡയമെൻഷനിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് 3D കണ്ടോ. ഇവിടെ ഞാൻ എ കൊടുക്കുന്നു, ഇവിടെ ഞാൻ എ കൊടുക്കുന്നു. ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസും അതേ സമയത്ത് എവിടെ കൊടുത്താൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും എന്താണ്, സെയിം ആണ്. ഈ രണ്ട് ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. ഇവിടെ ഞാൻ എ കൊടുക്കുന്നു, ഇവിടെ ഞാൻ എ കൊടുക്കുന്നു. ഈ എക്ക് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഞാൻ ഇവിടെ കൊടുത്താൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും എന്താണ്, സെയിം ആണ്. രണ്ട് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഏരിയൽ ഡിസ്റ്റൻസിൽ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തില്ല, ജിയോമെട്രിക്കൽ ഐസോമറിസം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കാണാം, അതൊന്ന് നമുക്ക് കാണിക്കാം. നോക്കൂ നിങ്ങൾ, ഇതാണ് സംഭവം അല്ലെ. ഇപ്പൊ ഇത് നോക്കൂ, ഒരു അലീനാണ് അല്ലെ, അലീനാണ്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ എന്താണ്, ഈവൺ നമ്പർ അലൈൻസ് ആണ്. ഇനി ഇതിന്റെ 3 ഡയമെൻഷണൽ പിക്ചർ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഇതാണ് ഇതിന്റെ 3 ഡയമെൻഷണൽ പിക്ചർ. കണ്ടോ, ഈ 3 ഡയമെൻഷണൽ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതെങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്താ, എങ്ങോട്ട് നോക്കിയാലും എന്താണ്, സെയിം അല്ലേ വരുന്നത്. 3 ഡയമെൻഷൻ. ഈ വേണമെങ്കിൽ നമുക്ക് അതിന്റെ എന്ത് കളയാം, ഇത് കളഞ്ഞു അല്ലെ, ഇത് കളഞ്ഞു. ഇനി കളഞ്ഞു, അത് ശരിക്ക് കാണ്. അതോ കണ്ടോ, എങ്ങനെ വെച്ചാലും ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി വേണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അനോട്ടേറ്റ് ചെയ്യാം. അനോട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കാം. ഇങ്ങനെയുണ്ട്. ഞാനത് അനോട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയല്ല അതുള്ളത്.
ഇങ്ങനെയുള്ളത് കേട്ടോ, ശരിക്കും കണ്ടോ, ഇങ്ങനെയുള്ളത് ഉണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് സംഭവം. ഇനി ഞാൻ അതിനെ അനോട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ ഞാൻ എ കൊടുത്തു, ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, എ കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എ ഇവിടെയും കൊടുത്തു. ഓക്കെ, ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ടും എയും ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തില്ല, ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല എന്നുള്ള സത്യം നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഈവൺ നമ്പർ അലീൻസ്. എന്താണ് ഈവൺ നമ്പർ അലീൻസ്? എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഈവൺ നമ്പർ അലീൻസ് ഇതാണ്. ഈ ഈവൺ നമ്പർ അലീൻസിൽ എന്തില്ല മക്കളെ, ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. കാരണം ഏരിയൽ ഡിസ്റ്റൻസിൽ എന്തില്ല, വ്യത്യാസമില്ല. ഏരിയൽ ഡിസ്റ്റൻസിൽ വ്യത്യാസമില്ല. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ രണ്ട് ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്, ഈവൺ നമ്പർ അലീൻസിൽ എന്തില്ല, ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഈവൺ നമ്പർ അലീൻസിൽ ഈ ടെർമിനൽ ഗ്രൂപ്പ് രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ ജോമെട്രിക്കൽ, ഇവിടെ രണ്ടും എയും ബി ആണ് കേട്ടോ, ഇവിടെ ഇപ്പൊ രണ്ടും ഗ്രീൻ ആണ്, രണ്ടും ഡിഫറെന്റ് ആവണം. ഡിഫറെന്റ് ആണെങ്കിൽ ജോമെട്രിക്കൽ ഇല്ലെങ്കിലും ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. അത് ഞാൻ ഒപ്റ്റിക്കൽ ഐസോമറിസം പറയുമ്പോൾ പറയാം. അപ്പൊ ഈവൺ നമ്പർ അലീൻസിൽ മക്കളെ ഓർക്കണം, ഈവൺ നമ്പർ അലീൻസിൽ നമുക്ക് എന്ത് ഇല്ല, ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. പക്ഷെ എന്തുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. അതായത് ഈ ഗ്രൂപ്പ് എ ഇത് ബി ആണ്, ഈ ഗ്രൂപ്പ് എ ഇത് ബി ആണെങ്കിൽ ജോമെട്രിക്കൽ ഇല്ല. കാരണം ഏരിയൽ ഡിസ്റ്റൻസിൽ വ്യത്യാസമില്ല, പക്ഷെ ഒപ്റ്റിക്കൽ ഉണ്ട്. അത് ഞാൻ ഒപ്റ്റിക്കൽ പറയുമ്പോൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഓഡ് നമ്പർ അലീൻസ് ആണ്. ഓഡ് നമ്പർ അലീൻസ് ആകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ പി എക്സ് എടുത്തു, ഇവരും പി എക്സ് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി. ഇനി ഇവൻ എന്താണ്, പി വൈ ഉണ്ടാക്കിയില്ലേ, അതും ഉണ്ടാക്കി. ഇനി വീണ്ടും ഇവന്റെ അടുത്ത് പി വൈ ഉപയോഗിച്ചാൽ പി എക്സ് അല്ലേ ഉപയോഗിക്കാനുള്ളത്, അല്ലെ, പി എക്സ് ഉപയോഗിക്കാനുള്ളത്. അതായത് അവസാനത്തെ രണ്ടും ഒരേ പ്ലെയിനിലാ വരിക, അവസാനത്തെ രണ്ടും ഒരേ പ്ലെയിനിലാ വരിക. അപ്പൊ ഒരേ പ്ലെയിനിലാവുമ്പോൾ എന്താണ്, ഈ ഡിസ്റ്റൻസും അത് മാറ്റിയിട്ടുണ്ടാവുന്ന ഡിസ്റ്റൻസും എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഓഡ് നമ്പർ അലീൻസിൽ ടെർമിനൽ ആറ്റത്തിന്റെ മുകളിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ, ഓഡ് നമ്പർ അലീൻസിൽ ടെർമിനൽ ആറ്റത്തിന്റെ മുകളിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. നോക്കൂ, ഇതുണ്ടോ, ഇതും അത് ഒരേ പ്ലെയിനിലുള്ളത്. അപ്പൊ ഇവിടെ എയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ അത് മാറ്റി കൊടുത്താൽ ഇവിടെ എന്താണ്, ഇത് ഇങ്ങോട്ട് ഇട്ടാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവില്ലേ? ഈ എടുത്ത് ഇങ്ങോട്ട് ഇടുക അല്ലെ, ഈ എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ ഡിസ്റ്റൻസ് ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. കാരണം പി എക്സ് ഉപയോഗിച്ചു, പിന്നെ പി വൈ ഉപയോഗിച്ചു, പി എക്സ് ഉപയോഗിച്ചു, പി വൈ ഉപയോഗിച്ചു, അടുത്ത് പി എക്സ് തന്നെയാണ് ഇത് വീണ്ടും വരിക. അപ്പൊ അവസാനത്തെ രണ്ട് ആറ്റങ്ങളും ഓഡ് നമ്പറിൽ എന്താണ്, ഒരേ പ്ലെയിനിലാണ് വരിക. അപ്പൊ എന്താണ്, റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആറ്റത്തിന്റെ മുകളിൽ ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്, അതും ഓക്കെയാണ്. അടുത്ത എന്താണ്, ഏരിയൽ ഡിസ്റ്റൻസ്. ഈ എയും ഈ റെഡ് ഇവിടെ വന്നാലും റെഡ് ഇങ്ങോട്ട് മാറ്റിയിട്ടാലും ഡിസ്റ്റൻസിലും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഓഡ് നമ്പർ അലീൻസ് വിത്ത് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ടു ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി on terminal carbon have geometrical isomerism but no optical isomerism. Even number alkenes with two different groups on terminal carbon have no geometrical isomerism but have optical isomerism. Odd number geometrical ഉണ്ട്, ഒപ്റ്റിക്കൽ ഇല്ല. രണ്ടിലും ടെർമിനൽ കാർബണിന്റെ മുകളിൽ രണ്ട് ഗ്രൂപ്പ് എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം എന്നും ഓർത്ത് വെക്കുക. കണ്ടോ, ഇത് രണ്ടും ഒരേ പ്ലെയിനിലുള്ളത് ഉണ്ടോ. അപ്പൊ ഈ എന്താണ്, റെഡും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡില, ഇത് രണ്ടും ഒരേ ഓപ്പോസിറ്റ് സൈഡില. ഈ ഡിസ്റ്റൻസ് അല്ല ഈ ഡിസ്റ്റൻസ്, കണ്ടോ, ഇത് രണ്ടും ഒരേ സൈഡില. അപ്പൊ ഈ രണ്ട് ഡിസ്റ്റൻസ് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ അതിന്റെ എന്താണ്, ഏതും കൂടി കാണാം. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ 3 ഡയമെൻഷണൽ വ്യൂവും കൂടി ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇതാണ് എന്റെ 3 ഡയമെൻഷണൽ വ്യൂ. ഇനി നമുക്ക് അതിന്റെ 3D ഒന്ന് എടുത്തു നോക്കാം. 3D എടുത്തുണ്ടോ, ഒരേ പ്ലെയിനിലാണ് വരുന്നുണ്ടോ, ഒരേ പ്ലെയിനിലാണ് സാധനം വരുന്നുണ്ടോ, ഒറ്റ പ്ലെയിനിലാണ് വരുന്നത്, ഒറ്റ പ്ലെയിനിലാണ്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഇപ്പൊ ഇതുണ്ടോ, രണ്ട് ബ്രോമിനും ഒരേ സൈഡിലല്ലേ, രണ്ട് ബ്രോമിനും ഒരേ സൈഡില. ഈ ഡിസ്റ്റൻസ് ആണോ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ നമുക്ക് വേണമെങ്കിൽ നോക്കിക്കോന്നുണ്ടോ, ഒറ്റ സൈഡിലാണ് വരുന്നത് ഉണ്ടോ. ഇനി അത് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇട്ട് നോക്കാം. ഓപ്പോസിറ്റ് ഇപ്പൊ രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ട് എന്താ എങ്ങനെ വരിക, ഉണ്ടോ, ഇപ്പൊ ഉണ്ടോ വരുന്നുണ്ടോ,
ഓപ്പോസിറ്റ് സൈഡിലായപ്പോൾ ഡിസ്റ്റൻസ് വ്യത്യാസമല്ലേ ഉണ്ടോ? ഡിസ്റ്റൻസ് വ്യത്യാസമല്ലേ? നേരത്തെ ഡിസ്റ്റൻസ് ആണോ? നേരത്തെ രണ്ട് ഒരേ സൈഡിൽ വന്നിരുന്നത്. ഇപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് സൈഡിലാകുമ്പോൾ ഡിസ്റ്റൻസ് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഡിഫറെന്റ് എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. അതിന്റെ എന്തുണ്ട്? ഏരിയൽ ഡിസ്റ്റൻസിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോ ഓഡ് നമ്പർ അലൈൻസ് വിത്ത് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓൺ ടെർമിനൽ ആറ്റം are having geometrical isomerism but no optical isomerism. അടുത്തത് even number alines having different groups on terminal atom have no geometrical isomerism but optical isomerism. ഇത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് വരുന്നത് geometrical isomerism in എന്തായിരുന്നു? സ്പൈറൈൻസ് ആണ്. സ്പൈറൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡബിൾ ബോണ്ടിന് പകരം റിംഗ് വരിക. അത് 4 മെമ്പറുള്ള റിംഗോ 6 മെമ്പറുള്ള റിംഗ് ഒക്കെ വരാം. റിംഗ് വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഈ റിംഗ് ഒരു പ്ലെയിനിലും മറ്റേ റിംഗ് ഓപ്പോസിറ്റ് പ്ലെയിനിലുമാണ്. ഈവൺ നമ്പറിൽ എന്താണ്? അപ്പൊ എന്തുണ്ടാവില്ല? അതേപോലെ തന്നെ ഡബിൾ ബോണ്ട് റിംഗ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്താൽ മതി. ഈ രണ്ട് റിംഗും എന്താണ്? ഇത് ഒരു റിംഗ് ആണെങ്കിൽ ഈ റിംഗ് ഓപ്പോസിറ്റ് പ്ലെയിനിലാണ്ടാവുക. രണ്ട് ഓപ്പോസിറ്റ് പ്ലെയിനിലാകുന്ന സമയത്ത് എന്തുണ്ടാവില്ല? ഏരിയൽ ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവില്ല. ടെർമിനൽ കാർബണിന്റെ മുകളിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഉണ്ട്. റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. രണ്ട് കണ്ടീഷൻ ഒക്കെയാണ്. പക്ഷെ ഈ രണ്ട് റിംഗും ഓപ്പോസിറ്റ് പ്ലെയിനിലായത് കൊണ്ട് തന്നെ അവിടെ എന്ത് ഉണ്ടാവില്ല? ഏരിയൽ ഡിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ജിയോമെട്രിക്കൽ ഐസോമറിസം നോട്ട് പോസിബിൾ ബട്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. ഇനി വീണ്ടും എന്താണ്? അതേപോലെ നമുക്ക് ഓഡ് നമ്പർ റിംഗ് വരാണ്. 4 മെമ്പേർഡ് റിംഗ് തന്നെ വരണം എന്നില്ല കേട്ടോ. 6 മെമ്പേർഡ് ഒക്കെ വരാം. എന്താണ്? ഓഡ് നമ്പർ വരികയാണെങ്കിൽ ഇതൊരു പ്ലെയിനിൽ, ഇത് ഓപ്പോസിറ്റ് പ്ലെയിനിൽ, ഇത് വീണ്ടും സെയിം പ്ലെയിനിലാ വരിക. രണ്ടും അല്ലെ? ടെർമിനൽ രണ്ടും ഓപ്പോസിറ്റ് പ്ലെയിനില. അപ്പൊ ടെർമിനൽ കാർബണിന്റെ മുകളിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഇപ്പം എച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസും സിയിലും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അത് ഇനി എന്താണ്? ഇങ്ങോട്ട് ഇട്ടാലും എന്താണ്? വ്യത്യാസം വന്നു. അതുകൊണ്ട് ഓഡ് നമ്പർ അലീൻസിൽ എന്തുണ്ട്? സോറി, ഇതിനെ സ്പൈറൈൻസ് എന്നാണ് പറയാ. ഓഡ് നമ്പർ എന്താണ്? സ്പൈറൈൻസിൽ എന്തുണ്ട്? ജോമെട്രിക്കൽ ഉണ്ട്. പക്ഷെ എന്തില്ല? ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. അത് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് ഞാൻ ഒപ്റ്റിക്കൽ ഐസോമറിസം പറയും. ഓക്കെ, ഇതെന്താണ്? അപ്പൊ ട്രാൻസ് ആണ് അല്ലെ? സിയിൽ ഓപ്പോസിറ്റ്, എച്ച് ഓപ്പോസിറ്റ്, ട്രാൻസ് ആണ്. ഇനി അതിന്റെയും 3D വേണമെന്ന് കാണാം. ഉണ്ടോ? 3D കണ്ടില്ലേ? ഇതാണ് അതിന്റെ 3D. ഇത് ഈവൺ നമ്പറാ. ഇപ്പൊ ഇവിടെ എ കൊടുത്തു, ഇവിടെ എ കൊടുത്തു. ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസും ആ എ ഇപ്പുറത്തേക്ക് കൊടുത്താൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ എന്തില്ല? ജിയോമെട്രിക് ഇല്ല. എന്നാൽ ഇവിടെ എ കൊടുത്തു, ഇവിടെ എ കൊടുത്തു. ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ എ ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കാരണം അത് ഒരേ പ്ലെയിനിലാണ്. സോ ഇവിടെ ജിയോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഓഡ് നമ്പറിൽ, ഈവൺ നമ്പറിൽ ജിയോമെട്രിക്കൽ ഐസോമറിസം ഇല്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. രണ്ടിലും കണ്ടീഷൻ എന്താണ്? ഇവിടെയുള്ള ഗ്രൂപ്പുകൾ എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. ടെർമിനൽ കാർബണിന്റെ മുകളിലുള്ള ഗ്രൂപ്പുകൾ എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. ഇതും വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ 3D ഒന്ന് വേണമെങ്കിൽ കാണാം. ഇതിന്റെ 3D ഉണ്ടോ? രണ്ട് ഓപ്പോസിറ്റ് പ്ലെയിനിലാണ് വരിക. ഉണ്ടോ? ഓപ്പോസിറ്റ് പ്ലെയിനിലാണ് വരിക. ഉണ്ടോ? ഒരേ ഓപ്പോസിറ്റ് പ്ലെയിനിലാണ് രണ്ട് റിംഗും വരിക. ഓക്കെ, വേണമെങ്കിൽ കൂടെ സീൽ എന്തെങ്കിലും കൊടുക്കാം. വേണേലും കൊടുത്തു, എന്ത് വേണമെങ്കിലും കൊടുക്കാം. രണ്ടും ഓപ്പോസിറ്റ് പ്ലെയിനിലാണ് വരിക. ഉണ്ടോ? ഇങ്ങനെയാണ് വരിക. ഉണ്ടോ? ഓപ്പോസിറ്റ് പ്ലെയിനിലാണ് വരിക. ഇനി അത് നമുക്ക് ഓഡ് നമ്പറിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഓഡ് നമ്പറിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ നോക്ക്. ഓഡ് നമ്പറിലേക്ക് മാറ്റാൻ പോവാണ്. ഓഡ് നമ്പറിലേക്ക് മാറ്റാണ്. ഓഡ് നമ്പറിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടോ? ടെർമിനൽ രണ്ടും ഒരേ പ്ലെയിനിലാണ് വരിക. ഉണ്ടോ? ടെർമിനൽ രണ്ടും ഒരേ പ്ലെയിനിലാണ് വരിക. ടെർമിനൽ രണ്ടും ഒരേ പ്ലെയിനിലാണ് വരിക. ഏകദേശം ഒരേ പ്ലെയിനിലാണ് വരിക. ഉണ്ടോ? ടെർമിനൽ രണ്ടും ഒരേ പ്ലെയിനിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെയാണത്. അപ്പോൾ എന്താണ്? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഉണ്ടോ? ടെർമിനൽ രണ്ടും ഏകദേശം ഒരേ പ്ലെയിനിലാണ് വരിക. ഉണ്ടോ? ടെർമിനൽ രണ്ടും, അതായത് അവസാനത്തെ രണ്ട് റിംഗ് ഒരേ പ്ലെയിനിൽ, മറ്റേ അതിന് ഓപ്പോസിറ്റിലെ വരുന്നത് അല്ലെ? അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഈ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ വന്നാലോ? ഇപ്പൊ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ വന്നു, സി ഡബിൾ ബോണ്ട് സി എന്ത് വന്നു? റിംഗും വന്നു. ഇങ്ങനെ വന്നു. ഇപ്പൊ എന്താ വന്നത്? ഒരു ഡബിൾ ബോണ്ടും ഒരു റിംഗും ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് റിംഗ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, രണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ ഈവൺ നമ്പർ ഡബിൾ ബോണ്ട് ആയി. അല്ലെങ്കിൽ രണ്ട് റിംഗ് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ എന്താണ്? ഈവൺ നമ്പർ റിംഗ് ആയി അല്ലേ? ഇനി ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നു, ഇവിടെ ഒരു റിംഗ് വന്നു,
പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു. ഇതാ ഇപ്പം എ ബി ഇതാ എന്താ രണ്ട് ഡബിൾ ബോണ്ട് റിങ്ങും. അപ്പൊ അത് എന്ത് ചെയ്യുക, ഇതിനും കൂടി ഡബിൾ ബോണ്ട് ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ എന്താ ഓഡ് നമ്പർ ഡബിൾ ബോണ്ട് ആയി, അല്ലെങ്കിൽ എല്ലാത്തിനും റിംഗ് ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ എന്താ ഓഡ് നമ്പർ റിംഗ് ആയി. അപ്പൊ എന്തുണ്ട്, ജിയോമെട്രിക്കൽ ഉണ്ട്, ഒപ്റ്റിക്കൽ ഇല്ല. ഇവിടെ എന്തുണ്ട്, ടെർമിനൽ കാർബൺ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ് കേട്ടോ, എ ബി. ഇവിടെ എന്താണ്, ജിയോമെട്രിക്കൽ ഉണ്ട്, ഏതില്ല, ഒപ്റ്റിക്കൽ ഇല്ല. ഓക്കെ, ഇനി റിംഗ് 4 മെമ്പേർഡ് തന്നെ വരണം എന്നൊന്നുമില്ല കേട്ടോ. റിംഗ് എന്താവാം, 6 മെമ്പേർഡ് ഒക്കെ വരാം, 6 മെമ്പേർഡ് റിംഗ് ഒക്കെ വരാം, ഇങ്ങനെയുള്ള റിങ്ങുകളൊക്കെ വരാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതെന്താ ഈവൺ നമ്പർ അല്ലേ, ഒരു ഡബിൾ ബോണ്ട് ഒരു റിംഗ്. അപ്പൊ എന്താണ്, ഈവൺ നമ്പർ ആണ്. ജിയോമെട്രിക്കൽ ടെർമിനൽ കാർബൺ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിരിക്കണം കേട്ടോ, ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിരിക്കണം. സെയിം ആണെങ്കിൽ ഉണ്ടാവില്ല. എ ബി എന്തില്ല, ജിയോമെട്രിക്കൽ ഇല്ല, ഒപ്റ്റിക്കൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇതോടുകൂടി ജിയോമെട്രിക്കൽ ഐസോമറിസം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സെഷനിൽ നമ്മൾ കൺഫർമേഷൻ ഐസോമറിസം, എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ് ആ കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.